കേരള കോപ്പറേറ്റീവ് റൂൾസ് അമെൻമെൻറ്റ് 2024-ൻ്റെ 8ാമത് വിശദമായ ചർച്ചയുടെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് 24ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതിയാണ്. അത് റൂൾ 43-ലുമാണ്. അപ്പോൾ എന്താ റൂൾ 43? അത് നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു സുപ്രധാനമായ ഒരു ചട്ടമാണ്. എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് മുതലായവയുടെ ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ്, ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അതാണ് റൂൾ 43-ൽ വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ചില ഭേദഗതികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള ട്രഷറർ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഈ റൂൾ 9 സബ് റൂളുകളാണ് പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 ഭേദഗതികളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് 1ാമത്തെ സബ് റൂളിന് ശേഷവും പിന്നെ 2ാമത്തെ സബ് റൂളിലുമാണ് ഭേദഗതികൾ വന്നിരിക്കുന്നത്. ജനറലായിട്ട് ഈ റൂൾ 43 ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് നടപടിക്രമങ്ങൾ വളരെ സ്പീഡായിട്ട് അതിൻ്റെ സമ്മറി മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാലാണ് ഈ ഭേദഗതി എങ്ങനെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്ന് കൂടുതൽ മനസ്സിലാകുക. ഇനി സബ് റൂൾ 1-ൽ, അതായത് റൂൾ 43-യുടെ ഈ ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ സബ് റൂൾ 1-ൽ എന്താ പറയുന്നത്? മറ്റൊന്നുമില്ല, പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ട്രഷറർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസറുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ റൂളിന് വിധേയമായിരിക്കണം എന്നുള്ളതാണ് ഒരു ജനറൽ റൂളായിട്ട് സബ് റൂൾ 1-ൽ പറയുന്നത്. അതിനുശേഷമാണ് ഒരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ 1-ന് ശേഷമായതുകൊണ്ട് നമ്പറിംഗ് 1A എന്ന് പറയാം. അതെന്താണ്? 1Aയിൽ വന്നിരിക്കുന്ന അഡീഷൻ മറ്റൊന്നുമല്ല, ഒരു നമുക്കറിയാം പ്രൈമറി മിൽക്ക് സംഘങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സംഗതിയാണ്. അവിടെ ഈ പഴയ ആനന്ദ് പാറ്റേൺ മിൽക്ക് പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടല്ലോ, ആ സംഘങ്ങളിൽ ഒന്നുകിൽ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് അതൊരു വനിതയായിരിക്കണം എന്നുള്ള ഒരു ഭേദഗതി ആണ് ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റ് നമുക്കിവിടെ കാണാം. അതിന് മറ്റൊന്നുമില്ല, അത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. either the president or the vice president of a primary Anand pattern milk cooperative society shall be a woman എന്നുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞു, അത് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് അടുത്ത ഭേദഗതിയിലേക്ക് റൂൾ 2-ലാണ് മറ്റൊരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അത് ഒരു ടൈം ലിമിറ്റിൻ്റെ ഭേദഗതി മാത്രമാണ്. ഒരു 15 days എന്നുള്ളത് 30 days ആക്കി മാറ്റിയിരിക്കുന്നു. പക്ഷേ അത് ഏത് ഘട്ടത്തിലാണ് വരുത്തിയിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ആ പ്രിൻസിപ്പൽ ചട്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 എന്ന് പറയുന്നത് സബ് റൂൾ 2 എന്ന് പറയുന്നതിൻ്റെ ഒരു സമ്മറി ഞാൻ അങ്ങോട്ട് പറയാം. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട്, അത് വളരെ കോംപ്ലിക്കേറ്റഡും വളരെ ലെങ്തിയുമായിട്ട് പറയുന്നു. അത് വേണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് സമ്മറി മാത്രം ഒന്ന് നോക്കാം. ആ അമെൻമെൻറ്റ് വരുന്ന ആ ഭാഗം ഏതാണെന്ന് നോക്കാം. അതായിരിക്കും ഈ ചട്ടത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്ന സിമ്പിളായിട്ടൊരു സംഗതി. ഒരു സംഘത്തിൽ തിരഞ്ഞെടുപ്പ്, കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടാകുമല്ലോ. ആ റിട്ടേണിംഗ് ഓഫീസർ ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡീറ്റെയിൽസ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ഇൻ റൈറ്റിംഗ് അറിയിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോർഷൻ. സിമ്പിളാണല്ലോ. റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ നടപടികൾ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്നു. അതാണ് ആദ്യം. അവിടെ മാറ്റമില്ല. ഇനി റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു കത്ത് കിട്ടിയാൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന അടുത്ത നടപടി ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടപടികൾ അല്ലെങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഓഫീസ് ബെയറേഴ്സ് തുടങ്ങിയവയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ നിയമിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉത്തരവാകുന്നു. അത് സെക്കൻഡ് പോർഷൻ. ഇനി അത് മാത്രമല്ല, ഒരു കാഷ്വൽ വേക്കൻസി ഇത്തരത്തിലുള്ള ഓഫീസ് ബെയറേഴ്സിൻ്റെ, പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഇത്തരത്തിലുള്ള ഓഫീസ് ബെയറേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കാഷ്വൽ വേക്കൻസി എറേസ് ചെയ്താലും ആ വേക്കൻസി എറേസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിരിക്കണം. എന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറിയിച്ചിരിക്കണം എന്നായിരുന്നു നിലവിലുള്ള ആ പ്രിൻസിപ്പൽ ചട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഈ 15 days എന്നുള്ളത് 30 ദിവസത്തിനകം അറിയിക്കണം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ടൈം ലിമിറ്റിൻ്റെ മാറ്റം. അത് ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അത് കൂടി ചേർത്ത് കാണുന്നതായിരിക്കും നല്ലത്. ഈ 15 മാറ്റിയിട്ടുണ്ട്, പുതിയത്. ഇവിടെ
ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുക? ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ 7 ദിവസത്തിനുള്ളിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ നിയമിച്ച് ഉത്തരവ് നൽകേണ്ടതുണ്ട് എന്നാണ് ചട്ടത്തിൽ പറയുന്നത്. അപ്പോൾ 30 days ആൻഡ് ദെൻ 7 days, അതാണ് നമ്മുടെ ടൈം ലിമിറ്റ് പ്രത്യേകം ഓർക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്താൽ വീണ്ടും ഒരു 7 days ടൈം ലിമിറ്റാണ് ചട്ടത്തിൽ പറയുന്നത്. എന്താണ്? അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്താൽ പിന്നൊരു 7 ദിവസത്തിനകം നിലവിലുള്ള കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുക. അത് രജിസ്റ്റേർഡ് അക്നോളജ്മെൻറ്റ് ഡ്യൂ ആയിരിക്കണം. അങ്ങനെ മീറ്റിംഗ് വിളിച്ച് പുതിയ ഓഫീസ് ബെയറേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിയിലേക്ക് അദ്ദേഹം പോകണം എന്നുള്ളതാണ് നമ്മുടെ ചട്ടം 2 ഉള്ളത്. ഇവിടെ മറ്റ് 7 daysലൊന്നും ഒരു മാറ്റമില്ല. ആകെ വന്നത് 15 days എന്നുള്ളത് 30 days ആക്കി മാറ്റി. ഇനി അതിൻ്റെ ടെക്സ്റ്റ് നമുക്കിവിടെ കാണാം. ഇക്കാര്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, ഒരു ടൈം ലിമിറ്റിൻ്റെ ഒരു മാറ്റം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിൻസിപ്പൽ ചട്ടത്തിൽ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ടെക്സ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. എവിടെയാണ് മാറ്റം വന്നത് എന്നുള്ളത് റെഡിങ്ങിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. അതുകൊണ്ട് വിശദമായ വലിയ ഒരു ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നില്ല. നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ തന്നെയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അപ്പോയിൻമെൻറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇലക്ഷൻ നടപടികൾ. ആ കാര്യങ്ങളാണ് ഇനി തുടർന്നു വരുന്ന 9 ചട്ടങ്ങളിലും പറയുന്നത്. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ വിശദമായ ഇലക്ഷൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. അതിൻ്റെ വിശദമായ ക്ലാസ് നമ്മുടെ മറ്റൊരു ക്ലാസ്സിൽ വിശദമായി തന്നെ നമ്മളെ ആക്ട് ആൻഡ് റൂൾ ഭേദഗതിയുടെ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൂടി കാണുന്നത് ഈ ഘട്ടത്തിൽ ഉചിതമായിരിക്കുമെന്നുള്ള അഭിപ്രായത്തോടു കൂടി നമ്മൾ അടുത്ത അമെൻമെൻറ്റിലേക്ക് 25ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹകാരികളെ എല്ലാം തന്നെ വളരെ ചട്ടമാണ് 43A. അതിലെന്താ പറയുക? റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ്, ഇവരുടെയൊക്കെ നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ഈ ഓഫീസ് ബെയറേഴ്സിനെ നമ്മൾ മാറ്റുന്നത്, റിമൂവ് ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ നടപടിക്രമം എന്താണ് എന്നുള്ളതാണ് ഈ 43A വിശ്വാസ പ്രമേയ നടപടികൾക്ക് ഈ 43A ചട്ടത്തിൽ 12 ക്ലോസുകൾ പ്രിൻസിപ്പൽ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. 12 ക്ലോസുകൾ. അതിലൊന്നും തന്നെ യാതൊരു ഭേദഗതിയും ഇപ്പോൾ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ വിശദമായ ഡിസ്കഷനിലേക്ക് റിമൂവലിൻ്റെ അവിശ്വാസ പ്രമേയത്തിൻ്റെ വിശദമായ ഡിസ്കഷനിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മുൻ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അമെൻമെൻറ്റ് മാത്രമാണ് ഈ 43B വളരെ രസകരമായ ഒരു അഡീഷനാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് 43B ആയിട്ട്. അത് പറയുന്നത് ഹാൻഡിങ് ഓവർ ചാർജ്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഹെഡിങ്, ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആബ്സെൻ്റ് ആണെങ്കിൽ എങ്ങനെ അധികാരം കൈമാറും, ചാർജ് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഈ പുതിയ അഡീഷനിലൂടെ ഈ റൂളിൽ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് ലീവിലാണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസമോ അതിലധികമോ അദ്ദേഹം ലീവിലോ ആബ്സെൻറ്റോ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാർജ് ആർക്കാ കൊടുക്കണ്ടേ? സ്വാഭാവികമായും വൈസ് പ്രസിഡൻറ്റിനെ ചുമതലയേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് എന്നുള്ളതാണ് ഈ അഡീഷനിലൂടെ അമെൻമെൻറ്റിലൂടെ അങ്ങനെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാതെ 15 ദിവസത്തിലകം ലീവിലേക്ക് പോകുന്ന പ്രസിഡന്റ്മാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ്? മോർ ദാൻ 15 days കണ്ടിന്യൂസ്ലി ലീവാണെങ്കിൽ, ആബ്സെൻ്റിലാണെങ്കിൽ, ഇസ് ചാർജ് ഈസ് നോട്ട് ഹാൻഡ് ഓവർ ടു ദ വൈസ് പ്രസിഡൻറ്റ് ആണെങ്കിൽ it shall be deemed to have been handed over to the vice president എന്നുള്ളതാണ് ചട്ടം. എന്താണ് അതിനർത്ഥം? വൈസ് പ്രസിഡൻറ്റിന് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടതായി കരുതും. എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ചാർജ് ഹാൻഡ് ഓവർ ചെയ്തതായിട്ട് കരുതും. അപ്പം ഇനി കൊടുക്കാതെ പോയി രക്ഷപ്പെടാം എന്നുള്ള ചിന്ത വേണ്ട. അതങ്ങനെ തന്നെ വരുള്ളൂ. കൂടി പറയുന്നുണ്ട്, ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒരുപോലെ തന്നെ ലീവാണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ് 15 ദിവസത്തിലധികം.
അങ്ങനെയാണെങ്കിൽ ഒരു ഭരണ സ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ ചട്ടത്തിൽ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബോർഡിലുള്ള മറ്റേതെങ്കിലും മെമ്പറെ ഈ സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തുക. ഈ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പീരീഡിലേക്ക് കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല ഏൽപ്പിക്കുക. അത് ഒരു റെസല്യൂഷൻ എടുക്കുക, കമ്മിറ്റി കൂടി റെസല്യൂഷൻ എടുക്കുക, ഒരാളെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ ചട്ടത്തിൽ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഉള്ളത്. 43B വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്കിവിടെ ഈ ഘട്ടത്തിൽ കാണാം. ഞാനത് വായിക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. നോക്കൂ. വെൻ ദ പ്രസിഡന്റ് ഓഫ് എ സൊസൈറ്റി ഈസ് ഓൺ ലീവ് or an absent for more than 15 days continuously and his charge is not handed over to the vice president, it shall be deemed to have been handed over to the vice president. അത് ഫസ്റ്റ് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇനിയോ, when both president and vice president are absent for more than 15 days continuously, the said charge shall be handed over to any other member of the director board decided by the resolution passed in the meeting for avoiding any interruption in the day-to-day functioning of the society എന്ന് കൃത്യമായി തന്നെ റൂൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ പദാനുപത ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വ്യക്തമായല്ലോ. 26ാമത്തെ അമെൻമെൻറ്റ് എന്താണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. അതും വളരെ രസകരമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, ഇമ്പോർട്ടൻറ്റുമാണ്. എന്താണ് അത്? റൂൾ 44-ലാണ്. ചട്ടം 44-ൽ വന്നിരിക്കുന്ന ഭേദഗതിയിൽ കെ ക്ലോസിലാണ് ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. റൂൾ 44-ൽ എന്താണ് പ്രധാന പ്രതിപാദ്യം? വേറൊന്നുമല്ല, കമ്മിറ്റി അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചട്ടമാണ് ചട്ടം 44. നമുക്കറിയാം അതിൽ 3 ഉപചട്ടങ്ങളുമുണ്ട്. സബ് റൂൾസ് 3ആണ്, 1, 2, 3. അതിൽ ഒന്നാമത്തെ ഉപചട്ടത്തിൽ എ മുതൽ എം വരെയുള്ള ക്വാളിഫിക്കേഷൻസാണ് പറയുന്നത്. ആ ക്വാളിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ ഒരു കമ്മിറ്റി അംഗത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ് പ്രതിപാദ്യം. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന 3 ഭേദഗതികളാണ് 26ാമതായി കൊണ്ടുവന്നിരിക്കുന്ന റൂൾ 44-ലെ ഭേദഗതി. വളരെ പെട്ടെന്ന് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് കമ്മിറ്റി അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് വളരെ സ്പീഡായിട്ട് നമുക്ക് പറഞ്ഞു പോകുന്നത്. നമ്മൾ പറഞ്ഞ സബ് റൂൾ 1-ൽ ചട്ടം 1-ൽ പറയുന്ന ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ 2 രീതിയിലും അത് സംസാരിക്കാൻ പറ്റും. അതിൽ ആദ്യം തന്നെ പറയുന്നത് എ ആയിട്ട് പറയുന്നത് സെക്ഷൻ 28 പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. 28-ൽ എന്താ? വകുപ്പ് 28-ൽ സെക്ഷൻ 28-ൽ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയാണ്. ആ പറയുന്ന ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതാണ് ആദ്യം തന്നെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളായി മാറും. അതാണ് ആദ്യത്തെ ചട്ടം 1-ൽ പറയുന്ന ക്ലോസ് എ. ഇനി അതുപോലെ തന്നെ പെയ്ഡ് എംപ്ലോയീസിൻ്റെ നിയർ റിലേറ്റീവ് ആണെങ്കിൽ അദ്ദേഹം ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ കമ്മിറ്റി അംഗമാകാൻ കഴിയില്ല. പെയ്ഡ് എംപ്ലോയീസിൻ്റെ നിയർ റിലേറ്റീവ് ആണെങ്കിൽ അതിൽ കുറേ അധികം കാര്യങ്ങളായിട്ട് ഇവിടെ കുറച്ചധികം റിലേഷൻഷിപ്പ് പ്രിൻസിപ്പൽ ചട്ടത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹസ്ബൻഡ്, വൈഫ്, സണ്ണ്, സിസ്റ്റർ, ഫാദർ, അതുപോലെ തന്നെ മദർ, ഫാദറില്ല, മദറില്ല, ആൻഡ് സൺ ഇൻ ലോസ് പറയുന്നത് നമുക്കറിയാം. ഡോട്ടർ, അതുപോലെ തന്നെ ബ്രദർ നിയർ റിലേറ്റീവ് ആണ്, ആ ഗണത്തിലാണ് കൂട്ടുന്നത്. അതുപോലെ തന്നെ അങ്കിൾ നിയർ റിലേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഡോട്ടർ ഇൻ ലോ, അത് നിയർ റിലേറ്റീവ് ആണ്. ഇങ്ങനെ 13 കാറ്റഗറിയിലുള്ള ബന്ധങ്ങളാണ് അടുത്ത ബന്ധുക്കൾ ആയിട്ട് പ്രിൻസിപ്പൽ ചട്ടത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനു പുറമേ 3 കാറ്റഗറികൾ കൂടി ഈ നിയർ റിലേഷൻഷിപ്പിൽ പെടുത്തിക്കൊണ്ടാണ് ഈ ചട്ടഭേദഗതിയുടെ ഒരു ഭാഗം വന്നിട്ടുള്ളത്. അതിന് ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ചിൽഡ്രൻ, സഹോദരങ്ങളുടെ അല്ലെങ്കിൽ സഹോദരികളുടെ കുട്ടികൾ, അവരെ നിയർ റിലേറ്റീവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് സിസ്റ്റർ, അതിനെയും അടുത്ത ബന്ധുവായിട്ട് മാറ്റിയിട്ടുണ്ട്. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സിസ്റ്റർ ആൻഡ് ബ്രദർ, 16ാമത് അതാണ് ബ്രദർ. അപ്പോൾ ഇത്രയും ഭേദഗതികളാണ് ഒരു അഡീഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൂടി ചേർത്തിരിക്കുന്നു. അങ്ങനെ ഒരു അഡീഷൻ വന്നിരിക്കുന്നു. അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം. 3 കാര്യങ്ങൾ മാത്രം, അത് ഞാനൊന്നും കൂടി വായിക്കുന്നില്ല. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ചിൽഡ്രൻ, ആൻഡ് വൈഫ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് സിസ്റ്റർ, വൈഫ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ബ്രദർ, ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ കൂടി നിയർ റിലേറ്റീവ് ആയിട്ട് മാറ്റിക്കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു അംഗം
പിന്നെ ഒരു സംഘത്തിൽ ലോൺ എടുത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘത്തിൽ ലോൺ എടുത്തു, ഡിഫോൾട്ടായി 3 മാസത്തിലധികം ഡിഫോൾട്ടായി കഴിഞ്ഞാൽ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആണ്. അത് വളരെ പ്രധാനവും പല ആൾക്കാരും അത് പല രീതിക്ക് ഉപയോഗിക്കുന്നതുമാണ്. ഇലക്ഷൻ സമയത്ത് പാർട്ടിപരമായിട്ടും പൊളിറ്റിക്കലുമായി നടക്കുന്ന ഇലക്ഷനിലൊക്കെ മറു കക്ഷികൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ഒരു ഉപചട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോൺ എടുത്താൽ മാത്രമല്ല, ഷുവർട്ടി നിന്നാലും ഇത് അതേപോലെ തന്നെ ബാധകമാണ്. ജാമ്യം നിന്നാലും മതി. ഈ ചട്ടത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഒരു അംഗത്തിനെ ശിക്ഷിച്ചാൽ, ഒരു കോടതി ശിക്ഷ ഏറ്റുവാങ്ങിയാൽ 3 വർഷം കഴിഞ്ഞ് മാത്രമേ അക്കാര്യത്തിൽ പരിശോധിക്കാൻ കഴിയൂ. പൊളിറ്റിക്കൽ കാരണങ്ങളാലുള്ള ശിക്ഷ ബാധകമല്ല. അല്ലാതെ വരുന്ന ശിക്ഷകൾക്കാണ് ഈ ഒരു ചട്ടം ബാധകമാക്കിയിട്ടുള്ളത്. ഈ സംഘം നടത്തുന്ന വ്യാപാരങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ താല്പര്യമുള്ള കക്ഷികൾ, അതേ സമാന സ്വഭാവമുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് ഈ ചട്ടത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പറയുന്നത് എംപ്ലോയിഡാണ്. ഒരു എംപ്ലോയിഡാണ്. ഓണററി കപ്പാസിറ്റിയിൽ അല്ലാതെ ലീഗൽ അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ ആ സംഘത്തിലോ മറ്റൊരു സംഘത്തിലോ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പെയ്ഡ് എംപ്ലോയീസ്, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് ഹീസ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി, അതും നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ, ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവിടെയും ബാധകമാണ്. അപ്പോൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അഡ്ജുഡിക്കേഷന് വേണ്ടിയിട്ട്, ബാങ്ക്രപ്സിക്ക് വേണ്ടി കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാർ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതേപോലെ ക്ലോസ് നമ്പർ I, അത് പറയുന്നത് സംഘത്തിൻ്റെ സെയിം ബിസിനസ് നടത്തുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ അടുത്ത ബൈല അനുസരിച്ച് ഏതെങ്കിലും മറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ബൈലയിൽ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിവിടെ ബാധകമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുള്ളത്. അത് ക്ലോസ് Kയിലാണ്. അവിടെയാണ് ഒരു അമെൻമെൻറ്റ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. കെയിൽ നിലവിലുണ്ടായിരുന്നത് ഒരു കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്തു. അങ്ങനെ സൂപ്പർസെഷന് ശേഷം 1 വർഷത്തിന് ഉള്ളിൽ അദ്ദേഹത്തിന് പുതിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത് വരാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു നിലവിലുള്ള ചട്ടത്തിലുണ്ടായിരുന്നത്. ഇവിടെയാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ പ്രധാനവുമാണ്, വേണ്ടത് തന്നെയുമാണ് നമ്മൾ ആലോചിച്ചാൽ. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നു. കെയിൽ ഒറിജിനൽ പ്രിൻസിപ്പൽ ടെക്സ്റ്റിലുണ്ടായിരുന്നത് was a member of the committee which has been superseded and a period of 1 year has not elapsed from the date of supersession എന്നുള്ള ആ ഭാഗത്ത് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റി. ആ 1 year എന്നുള്ളത് മാറ്റിയിട്ട് അതിന് പകരം മറ്റൊരു കാര്യം ഇൻസെർട്ട് ചെയ്തിരിക്കുന്നു. ആ ഇൻസെർട്ട് ചെയ്ത ടെക്സ്റ്റാണ് ഇനി നമ്മൾ കാണുന്നത്. അത് ഞാനത് വായിക്കും. ഇൻ സബ് റൂൾ 1 ഇൻ ക്ലോസ് കെ ക്ലോസിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ വേർഡിന് ശേഷം for the word of 1 year has not elapsed from the date of supersession എന്നുള്ളതിന് പകരം of next 1 term has not elapsed for the date of order of such supersession provided under clause E of subsection 1 of 32 supersession നമുക്കറിയാം. ആ സെക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. അവിടെ വന്നിരിക്കുന്ന മാറ്റം 1 year എന്നുള്ളത് മാറ്റി അടുത്ത ടേമിൽ മത്സരിക്കാൻ കഴിയില്ല, തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണത്. അപ്പോൾ സൂപ്പർസൈഡ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയിലെ അംഗത്തിന് 1 വർഷത്തേക്ക് പിന്നെ വരാൻ കഴിയില്ല എന്നുള്ളത് മാറ്റി അടുത്ത ടേമിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളൊരു മാറ്റമാണ്, സുപ്രധാനമായ ഒരു മാറ്റം. അത് പ്രത്യേകം സഹകാരികൾ നോട്ട് ചെയ്യുന്നത്. ഒന്നിന് ശേഷം ഒരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്പർ ചെയ്തിരിക്കുന്ന 1A എന്നാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ നിന്നും ഒരു അംഗത്തിനെ വേണമെന്ന് കഴിഞ്ഞ ആക്ട് അമെൻമെൻറ്റ് സമയത്ത് വന്നിരുന്നു. 10,000 രൂപ എന്നുള്ളത് മാറ്റി അന്ന് 25,000 റുപ്പീസ് ആക്കിയിരിക്കുന്നു. അത് ചട്ടത്തിലേക്കും കൂടി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ അമെൻമെൻറ്റിൽ കാണുന്നത്. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, പാക്സിൻ്റെയോ അല്ലെങ്കിൽ അർബൻ ബാങ്കിൻ്റെയോ പിന്നെ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർ 25,000 രൂപ ഡെപ്പോസിറ്റ് സംഘത്തിൽ ഉണ്ടാകണം. അത് ഷാൽ ബി മെയിൻറ്റൈൻഡ് ഇൻ ദ സൊസൈറ്റി ടിൽ ദ എൻഡ് ഓഫ് ദ ടൈം ഓഫ് കമ്മിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റിയുടെ കാലാവധിക്ക് അവസാനം വരെ ഈ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യണം. അതാണ് വന്നിരിക്കുന്ന മാറ്റം. അത് സെക്ഷൻ്റെ മാറ്റത്തിന് ആനുപാതികമായിട്ട് ഈ ചട്ടത്തിലും മാറ്റം വരുത്തിയതാണ്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് കൂടെ കാണാം, ഞാനത് വായിക്കാം. 1A. No member of the primary credit society or an urban bank shall be eligible for being elected as
or for being and remain as a member of the managing committee representing the seat reserved for the members having deposit of 25,000 rupees and above as per section 28 on C of the Act, unless the said deposit is maintained in the society till the end of the term of committee. നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വ്യക്തമായി മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 27ാമത്തെ അമെൻമെൻറ്റ് എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിശോധിക്കാം. വളരെ സിമ്പിളാണ്, സംഗതി ഒന്നുമില്ല. ഇപ്പോൾ ഇത് ഡെലിഗേഷനെ സംബന്ധിച്ചാണ്. സംഘങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് മറ്റ് സംഘങ്ങൾ ഒരാളെ ഡെലിഗേറ്റ് ചെയ്താൽ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ഹൂ ഡെലിഗേറ്റ്സ് ഓഫ് അനദർ സൊസൈറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് ഉള്ളത്. അപ്പോൾ മറ്റു സംഘങ്ങളിൽ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഈ റൂൾ 46 പറയുന്നത്. അതിൽ എ മുതൽ ഇ വരെയുള്ള ക്ലോസുകളുണ്ട്. അതിൽ 2 പ്രൊവിസോ ഉണ്ട്. അതിൻ്റെ ഇയുടെ 2ാമത്തെ പ്രൊവിസോയിലാണ് ഇപ്പോൾ ഒരു ഭേദഗതി വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ഈ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടാൻ ഉള്ള സാഹചര്യങ്ങളെന്ന് വളരെ പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് ഞാൻ പറയാം. ശ്രദ്ധിക്കുക, സിമ്പിളാണ് സംഗതി. ഒരു ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഘം ഒരാളെ മറ്റൊരു സംഘത്തിലേക്ക് ഡെലിഗേറ്റ് ചെയ്തു കമ്മിറ്റിയിലേക്ക്. ആ പ്രിൻസിപ്പൽ സംഘം അയാളെ വിഡ്രോ ചെയ്തു. ഇയാൾ വേണ്ട, ഞങ്ങൾ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഡെലിഗേഷൻ പോയി. അതാണ് 1ാമത്തെ എ എന്ന് പറയുന്നത്. ഇനി വേറൊരു സാഹചര്യമുണ്ട്. അതെന്താ? ഒരു കമ്മിറ്റി സൂപ്പർസീഡ് ചെയ്തു. അങ്ങനെ സൂപ്പർസീഡ് ചെയ്യപ്പെട്ട കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു കാരണവശാലും മറ്റേ കമ്മിറ്റിയിൽ ഇരിക്കാൻ വേണ്ടി കഴിയില്ല, ഡെലിഗേറ്റ് ചെയ്യപ്പെടാൻ കഴിയില്ല. അതാണ് ബി ആയിട്ട് പറയുന്നത്. ഇനി എന്താ സി? ഒരു സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ തന്നെ പോയി. പല കാരണങ്ങൾ കൊണ്ട് രജിസ്ട്രേഷൻ നഷ്ടപ്പെടാം. സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടാൽ ആ സംഘത്തിൽ നിന്നും ഡെലിഗേറ്റ് ചെയ്ത ആൾ ഡെലിഗേഷൻ പവർ ഇല്ല, അയാൾ പോയി. അതാണ് അടുത്ത് വരുന്നത്. ഇനി എന്താ? ഡി. റൂൾ 44 പറയുന്ന കമ്മിറ്റി അംഗങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ പെടാത്ത അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഡെലിഗേഷൻ ഇല്ല, അത് നഷ്ടപ്പെട്ടു. ഇനിയാണ് 5ാമതായി പറയുന്നത്. 5ാമത് നമ്പർ ഇ, ക്ലോസ് ഇ. അതിൽ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സംഘത്തിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് അയച്ചു, അദ്ദേഹം ഡിഫോൾട്ട് വരുത്തി. അങ്ങനെ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഡെലിഗേഷൻഷിപ്പ് സീസ് ചെയ്യപ്പെടും. അവിടെ 2 പ്രൊവിസോ പറഞ്ഞിരിക്കുന്നു. ഇതിൽ 2ാമതായി പറയുന്ന പ്രൊവിസോയിലാണ് ഈ 2ാമത്തെ പ്രൊവിഷൻ മറ്റൊന്നുമില്ല. പ്രൈമറി പാക്സിനെ സംബന്ധിച്ച് അവർ മുൻകാലങ്ങളിൽ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളിലേക്കാണ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലാത്ത സാഹചര്യം വന്നതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി അതിന് പകരം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് അവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല. ആ മാറ്റം കാലോചിതമായ മാറ്റത്തിന് ആനുപാതികമായ ഒരു മാറ്റം ചട്ടത്തിലും കൊണ്ടുവന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ. 90 ദിവസത്തിനകം ഡിഫോൾട്ട് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്യും എന്ന് പറയപ്പെടുന്നതിൽ ജില്ലാ ബാങ്ക് മാറ്റി കേരള ബാങ്കാക്കി മാറ്റി. അതുമാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു 28ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചട്ട ഭേദഗതി, അത് റൂൾ 47 എന്താണ് റൂൾ 47? പ്രിൻസിപ്പൽ ചട്ടത്തിൽ പറയുന്നത് കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ്, സെയിൽസ് മുതലായവ ഒരു സംഘത്തിൻ്റെ ആരാണ്, എങ്ങനെയാണ് റെസ്പോൺസിബിൾ, എങ്ങനെ അത് സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ചട്ടം 47 പ്രിൻസിപ്പൽ ചട്ടത്തിൽ ഉള്ളത്. അവിടെ 5 ക്ലോസുകളാണ് നിലവിൽ ഉള്ളത്, എ മുതൽ ഇ വരെ. അതിൽ 5ാമത്തെ ക്ലോസിൽ ഒരു ചെറിയ മാറ്റം. ആ ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലോചിതമായി ഡിജിറ്റൽ അക്കൗണ്ട്സ് വന്നപ്പോൾ ഈ കൺവെൻഷണൽ അക്കൗണ്ട്സിൻ്റെ കൂടി അതുകൂടി ചേർത്തു. അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും ഈ കസ്റ്റഡി ഓഫ് ക്യാഷ് ആൻഡ് സെക്യൂരിറ്റി ഒരു സംഘത്തിൻ്റെ ആര്, എങ്ങനെ, എന്താണ്, ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു പോകുന്നത് ഈ മാറ്റം മാത്രം പറഞ്ഞാൽ ഒരു രസമില്ല. അതുകൊണ്ട് നമുക്ക് അത് വളരെ പെട്ടെന്ന് സമ്മറിയായിട്ട് ബ്രീഫായിട്ട് അങ്ങോട്ട് തരാം. ക്ലോസിൽ പറയുന്ന ഒരു സംഘത്തിനെ സംബന്ധിച്ച് ആരാണ് റെസ്പോൺസിബിൾ, ആർക്കാണ് ഡ്യൂട്ടി ഉള്ളത്, ഏത് സംബന്ധിച്ച് ഒരു സംഘത്തിൻ്റെ അക്കൗണ്ട്സ്, രജിസ്റ്ററുകൾ, റെക്കോർഡുകൾ ഇവ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര്, അതാണ് ക്ലോസ് 1A പറയുന്നത്. മറ്റാരുമല്ല, പെയ്ഡ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ. ഈ 2 പോസ്റ്റിൽപ്പെട്ട ആളായിരിക്കും ഈ പറഞ്ഞ റെക്കോർഡുകൾ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം. അതിൻ്റെ സേഫ് കസ്റ്റഡിയും അദ്ദേഹം തന്നെയായിരിക്കും, കസ്റ്റോഡിയനും അദ്ദേഹം തന്നെയായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് അല്ലെങ്കിൽ രേഖയാണ് സംഘത്തിൻ്റെ സീൽ.
ഒഫീഷ്യൽ സീൽ, അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ സീലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കസ്റ്റോഡിയനും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ഓർ മാനേജർ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സംഘത്തിൻ്റെ ക്യാഷും അനുബന്ധ സെക്യൂരിറ്റീസും പ്രോപ്പർട്ടീസും എല്ലാം തന്നെ പ്രോപ്പറായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കായിരിക്കും? പെയ്ഡ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ. ഇതാണ് ക്ലോസ് എയിൽ പറയുന്നത്. വ്യക്തമായി മനസ്സിലായാലോ? കൂടുതൽ വിശദീകരിക്കുന്നില്ല. ക്ലോസ് ബിയിൽ പറയുന്ന വളരെ രസകരമായൊരു സംഗതി, അവിടെ ഒരു പെയ്ഡ് സെക്രട്ടറി ഇല്ല അല്ലെങ്കിൽ മാനേജർ ഇല്ല എങ്കിൽ ആരായിരിക്കും ഇത്തരം ഡോക്യുമെൻസിൻ്റെ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഒക്കെ കസ്റ്റോഡിയൻ? പ്രസിഡൻറ്റ് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു പെയ്ഡ് എംപ്ലോയി അല്ല, അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വം, അങ്ങനെ ചിന്തിക്കേണ്ട. പ്രസിഡൻറ്റ് തന്നെ ആയിരിക്കും ഉത്തരവാദി. അത് കൃത്യമായിട്ട് റൂൾ 47 ബി ക്ലോസ് നമ്പർ ബിയിൽ പറയുന്നുണ്ട്. പെയ്ഡ് സെക്രട്ടറിയോ മാനേജറോ ഇല്ലെങ്കിൽ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ പ്രസിഡൻറ്റ് ടു അറേഞ്ച് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ അക്കൗണ്ട്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഇൻ പ്രോപ്പർ വേ എന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ആ ക്യാഷ് ബാലൻസും ഒക്കെ പ്രോപ്പറായിട്ട് നിശ്ചയിച്ച് കൃത്യമായി കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദി പ്രസിഡൻറ്റ് തന്നെയായിരിക്കും. പ്രധാന ഘട്ടത്തിൽ അപ്പോൾ ഈ ക്യാഷിനെ സംബന്ധിച്ചൊരു ഡബിൾ ലോക്കിംഗ് സംവിധാനം ആ സംഘത്തിലുണ്ടെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സെക്രട്ടറിക്ക് തന്നെയായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് ക്ലോസ് ബിയിൽ പറയുന്നത്. ഇനി എന്താണ് ക്ലോസ് സിയിൽ പറയുന്ന? ഒരു പെയ്ഡ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പെയ്ഡ് മാനേജറോ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ മാനേജറോ അല്ലെങ്കിൽ ട്രഷറോ ഉണ്ടെങ്കിൽ അവർ, ഇല്ലെങ്കിൽ പ്രസിഡന്റ്, അവരൊക്കെ തന്നെ RCSന് ഈ ഡോക്യുമെൻസുകൾ അവരാവശ്യപ്പെടുന്ന സമയത്ത് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്ലോസ് സിയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ഡിയിൽ എന്താ പറഞ്ഞത്? ഒരു കമ്മിറ്റിയുടെ പ്രാധാന്യം, ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ കാണേണ്ടുന്ന ഒരു ചട്ടം 47 ക്ലോസ് ഡിയിൽ പറയുന്നത്. ഈ ചട്ടത്തിലോ ആക്ടിലോ എന്തു തന്നെ പറഞ്ഞിരുന്നാലും പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പെയ്ഡ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ട്രഷറർ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്സ്, ക്യാഷ് ബാലൻസ് ഇവ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് ബോധ്യപ്പെടാനുള്ള പരമാധികാരി അല്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ആ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് തന്നെയായിരിക്കും. അവർക്കതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്ന റൂളാണ് റൂൾ 47. അതാണ് ഈ ചട്ടത്തിൻ്റെ പ്രാധാന്യം. RCSO അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരോ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കമ്മിറ്റിക്കായിരിക്കും, മാനേജിംഗ് കമ്മിറ്റിക്കായിരിക്കും. അപ്പോൾ കമ്മിറ്റിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം പറയുന്ന റൂളാണ് റൂൾ 47. അതിൽ പ്രത്യേകിച്ചും ഭേദഗതി വരുത്തിയിരിക്കുന്ന ക്ലോസ് ഇയിൽ അതിലും മറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ ഫോമിലുള്ള റെക്കോർഡ്സ് കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. കാലോചിതമായിട്ടുള്ള പരിഷ്കാരമാണ്, നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ആരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ? It is a responsibility of the chief executive to see all the registers and accounts are written properly. All the accounts are written up. എഴുതി സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ അവിടെയാണ് ഒരു ഇൻസർഷൻ വന്നിരിക്കുന്നത്, ഓർ ഡിജിറ്റലി പ്രിപ്പയർഡ്. നമുക്കിവിടെ റെഡിങ്കിൽ അത് കാണാനും കഴിയുന്നുണ്ട്. ആ മാറ്റം മാത്രം ഇവിടെ ഇൻസർട്ട് ചെയ്ത് കയറ്റിയിരിക്കുന്നു. ഡിജിറ്റൽ ഫോമിലും കൂടി തയ്യാറാക്കണം. ചീഫ് എക്സിക്യൂട്ടീവാണ് ഉത്തരവാദി. ഓഡിറ്റിന് ആവശ്യപ്പെടുന്ന സമയത്ത് അത് ഹാജരാക്കേണ്ട ഉത്തരവാദിയും ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഒരു അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കണം എന്നാണ് ഈയിൽ പറയുന്നത്. അപ്പോൾ ഭേദഗതി ഉൾപ്പെടെയുള്ള ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നു. അത് ചെറിയൊരു ഭേദഗതി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ ഫുൾ ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നില്ല. അത് കാണാൻ നിങ്ങൾക്ക് കഴിയും, അത് മനസ്സിലായി കാണും എന്നുള്ള വിചാരത്തോടു കൂടി വളരെ പ്രധാനപ്പെട്ട ചട്ട ഭേദഗതികളുടെ വിശദമായ ഡിസ്കഷനിൽപ്പെട്ട നമ്മുടെ 8ാമത്തെ ഈ എപ്പിസോഡ് ഏവർക്കും ഹൃദ്യമായിരുന്നു എന്നുള്ള ധാരണയോടുകൂടി ഈ പ്രധാനപ്പെട്ട ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ബാക്കിയുള്ള റൂൾസ് അമെൻമെൻറ്റിൻ്റെ വിശദമായ ചർച്ചകളുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ആൻഡ് സീ യു അഗൈൻ.